ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങിയത് 1969 ആദ്യമായിട്ട് ഇറങ്ങുന്നത്. അതിൻ്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കടുത്ത ഒരു ഈഗോ ക്ലാഷിൻ്റെ ഇടയിലാണ്, പീക്കിലാണ്. അതുവരെയുള്ള എല്ലാ സ്പേസ് മൈൽ സ്റ്റോൺസും USSRന്റെ കയ്യിലാണ്. റഷ്യ എന്ന് പറയുമ്പോൾ USSR ആണ്. ആ ഒരു എന്താണ് ഈ പലതവണ തറയിൽ അടി കിട്ടി കിടക്കുന്നതിന് എണീറ്റൊരു ചവിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു ഫീലാണ് US ഒരാളെ അവിടെ കൊണ്ടത്. ഇത് റഷ്യ എങ്ങനെയാണ് കാണുക എന്ന് ആലോചിക്കണം. ഓക്കെ, റഷ്യയിലിരിക്കുന്ന അതുവരെയുള്ള എല്ലാ സ്പേസ് ഇതിൻ്റെയും മറുകര കണ്ട ആളുകൾ അവിടെ ഉണ്ട്. ഓക്കെ, അവര് ചില ഒറ്റപ്പെട്ട കോണിൽ നിന്നും സംശയം ഉന്നയിച്ചു എന്നുള്ള ശരിയാണ്. പക്ഷെ അവർക്ക് ഈ വാദങ്ങളൊന്നുമില്ല. കൊടി പറക്കുന്നത് എങ്ങനെ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും അവർ ഉന്നയിച്ചിട്ടില്ല. അവര് സംശയിച്ചു ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, കാരണം അതൊരു സ്വാഭാവികമാണല്ലോ ഇത്രയും വലിയൊരു മത്സരം നടക്കുമ്പോൾ. ആദ്യം ഈ ന്യൂസ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഫേക്ക് ആണെന്ന് ഒരു വാദമാണ് പ്രോമിനൻ്റ് ആണ്. ആ വാദം കൊണ്ടുവരുന്നത് ഇന്ന് അതാരും അന്വേഷിക്കത്തില്ല. ഫ്ലാറ്റ് എർത്ത് സൊസൈറ്റിയാണ്. ഭൂമി പരന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണത്. അതിന്നും ഉണ്ട്. അവരിപ്പോഴും ഈ വാർത്തയിൽ അവരെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും പറയുന്നത് ഭൂമി പരന്നിട്ടാണെന്നാണ്. ഫ്ലാറ്റ് അവരാണ് ഇതിനെ ഇങ്ങനെ പോപ്പുലറൈസ് ചെയ്യുന്നത്. ഓക്കെ, ആലോചിക്കണം, ഇവര് ഭൂമി പരന്നാണെന്നുള്ള ധാരണയിൽ നിന്ന് മാറാത്ത ആളുകളാണ് ഇതാ. പക്ഷെ നമ്മൾ പലരും ഇതറിയാതെയാണ് ഇതിന് എയർ കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ടെക്നോളജിക്കൽ സൈഡ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ അപ്പോളോ 11 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത് ആദ്യമായിട്ട്. അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 6 മിഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണവും ആൾക്കാരെ അവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോളോയ്ക്ക് ശേഷം 11 ശേഷം അതിൽ 13 അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. അവിടെ വെച്ചൊരു ടെക്നിക്കൽ ഗ്ലിച്ച് വന്നു. വളരെ കഷ്ടപ്പെട്ട് അവർ തിരിച്ചു വരികയാണ് ചെയ്തത്. ചന്ദ്രൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ജിം ലോവൽ എന്ന് പറയുന്നൊരു ആസ്ട്രോണോട്ടാണ് അതിനകത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്, ലോസ്റ്റ് മൂൺ. അവിടെ ചെന്ന് അത് ജീവനോട് തിരിച്ചെത്തിയത് ഭാഗ്യം. പക്ഷെ തിരിച്ചെത്തി. ഇങ്ങനെ മൊത്തം 7 മിഷൻസിൽ 6 എണ്ണത്തിൽ 2 പേര് വീതം 12 പേര് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒന്നും മാത്രമല്ല, 12 പേര് ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം 2 മിഷനോട് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ മറ്റേ റഷ്യ ആയിട്ടുള്ള മത്സരമൊക്കെ ഏതാണ്ട് അവസാനിച്ച് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ അമേരിക്കയുടെ ഗവൺമെന്റ് അവിടുത്തെ കോൺഗ്രസ് ഫണ്ട് ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ പ്ലാൻ സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്ന പല ഇൻഫ്രാസ്ട്രക്ചറും ഈ ISSലേക്ക് പിന്നെ റീയൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതിന് മുമ്പുള്ള 10 ദൗത്യങ്ങളോ അത് ആദ്യത്തെ മിഷൻ ഇവിടെ വെച്ച് തന്നെ കത്തിപ്പോയി. രണ്ടാമത്തെ 3ാമത്തെ മിഷൻ ടെസ്റ്റുകളാണ് അകത്ത് തന്നെ. പിന്നെ ഭൂമിക്ക് ചുറ്റും ഈ പരിപാടികൾ, ഭൂമിയുടെ ഓർബിറ്റിൽ ചെന്നിട്ട് ഈ ഡോക്കിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ അതിന് നിന്നുകൊണ്ട് താഴേക്ക് ഇറങ്ങാൻ നോക്കിയിട്ടുണ്ട്. ചന്ദ്രനെ പോയി ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ചന്ദ്രനിൽ ചെന്ന് സർഫസ് വരെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇറങ്ങാതെ. ഓരോ സ്റ്റെപ്പും നമ്മൾ പഠിച്ച് എന്തൊക്കെയാണ് ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഈ 11ാമത്തെ മിഷൻ കാലുവെക്കുന്നത്. ഇനി ഒരു നമ്മുടെ ISRO-യിലെ ഈ ടോപ്പിലിരിക്കുന്ന ഡയറക്ടർ മുതൽ ഒരു മൂൺ മിഷൻ നടത്തുമ്പോൾ അതിൻ്റെ പ്രോജക്ട് ഡയറക്ടർ മുതൽ ഇങ്ങ് താഴെ അതിൻ്റെ സ്ക്രൂ മുറുക്കുന്ന സ്റ്റാഫ് വരെ എത്ര പേരുണ്ടാവും എന്നറിയോ? 10,000-കണക്കിന് മനുഷ്യരുണ്ട്. ഒരു മാൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് പഠിക്കും. ഇത്രയും പേരും കൂടെ ചേർന്ന് കള്ളം പറഞ്ഞാലേ നിങ്ങൾക്ക് ഇത് ഫേക്കാൻ പറ്റും. നമ്മളൊരു ഓണാഘോഷ പരിപാടിക്ക്, ഒരു ക്ലബിൻ്റെ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. നമ്മളൊരു രഹസ്യം എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച് നമ്മളുടെ കമ്മിറ്റിയിൽ 10 പേര് അറിഞ്ഞാൽ നമുക്ക് എത്ര സീൽഡായിട്ട് ആ രഹസ്യം സൂക്ഷിക്കാൻ പറ്റും? എത്രയും കുറച്ച് പേര് രഹസ്യം അറിയുന്നോ അത്രയും സേഫാണ് ഈ രഹസ്യം. അതും എത്ര വർഷം? 70 വർഷം. നാസയിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങിയിട്ട് എനിക്കിതൊക്കെ അറിയാമെന്നുള്ള വിസിൽ ബ്ലോയിങ് ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ കോൺസ്പിറസി തിയറികളുടെ കുഴപ്പം. ആണ് ഇതിന്റെ ഹിസ്റ്ററിയോ ഇതിനുള്ള ചാലഞ്ചസോ ഒന്നും അറിയില്ല. ഇത് ആരോ പറഞ്ഞത് ഇങ്ങനെ അതല്ല, അത് ഇനിയും ഉണ്ടാവും. നമുക്കിപ്പോ എന്ത് മേജർ ഈവന്റ് ഉണ്ടായി കഴിഞ്ഞാലും ഇന്നും ഈ ഇലുമിനാറ്റി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക. അതായത് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന 5-6 പേര് എവിടെയോ ഒരു പവർ. അത് വേറൊരു തരം സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. ഇപ്പൊ നാർസിസിസത്തിന്റെ ഒക്കെ ഒരു ഭാഗമാണെന്ന് ഒരു സ്റ്റഡീസ് ഉണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ആളാണെന്ന് തോന്നിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല ലോകത്തെ വലിയ രഹസ്യം അതാണ്. അപ്പൊ ഞാൻ ഒരിക്കലും ഇതിനങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഇതൊരു ഒരു പാരലൽ വേൾഡാണ്. ഈ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പോയ ദൂരം ചന്ദ്രൻ തന്നെയാണ് അല്ലേ? ഇപ്പൊ എക്സ് പറയുന്നത്, മസ്കിനൊക്കെ പറയുന്നത് ചൊവ്വയിലേക്ക് പോകുന്നതാണല്ലോ. ഒരു ഭാവന കൂടിയിൽ പ്രധാനമാണല്ലോ. അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്? അത് ഏത് കാലത്ത് സാധിക്കാനുള്ള? അത് അങ്ങനെ അസാധ്യം എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ചലഞ്ചസ് ഓഫ് കോഴ്സ് വളരെ കൂടുതലാണ്. നമ്മൾ ഇന്നത്തെ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ നേരിട്ട് മാർസിലേക്ക് പോകലുണ്ടാകില്ല. ഒരു പക്ഷെ നമ്മൾ മൂണിനെ ഒരു ബേസ് സ്റ്റേഷനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അവിടുന്ന് പോകുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നു. പ്രത്യേകിച്ച് ഫ്യൂവലൊക്കെ റീഫ്യൂവൽ ചെയ്യാനും
മൂണിനൊരു ബേസിസ്. മൂണിൽ കുറെ കാലത്തിന് ശേഷം പിന്നെ ഒരു റിന്യൂഡ് ഇൻട്രസ്റ്റ് വരുന്നതിന് പിന്നിലുള്ള ഒരു കാരണം അതാണ്. ചൊവ്വയിൽ പോകുന്നില്ല, നമുക്ക് അവിടുന്ന് വെളിയേക്ക് നമ്മൾ ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അങ്ങോട്ട് അങ്ങനെയുള്ള പ്ലാനുകളുണ്ട്. തീർച്ചയായിട്ടും മനുഷ്യൻ ഒരിക്കലും നമ്മൾ അന്റാർട്ടിക്കയിൽ പോകുന്ന പോലും ഇങ്ങനെ ഒരു മോഹത്തിന്റെ പുറത്താണ്. അല്ലാണ്ട് അന്റാർട്ടിക്കയിൽ ഒന്നുമില്ല. ശരിക്കും ഒരു ശാസ്ത്രജ്ഞന് നല്ല ഭാവനയാണല്ലേ, അസാധാരണമായ ഭാവന. അത് നമ്മൾ ഞാനൊക്കെ സയൻസ് പോപ്പുലറൈസേഷന്റെ ഭാഗമായിട്ട് എന്താണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പലയിടങ്ങളിലും പറയാറുണ്ട്. പഠിപ്പിക്കേണ്ട ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മെത്തേഡൊക്കെ വളരെ സ്ട്രോങ് ആണ്, ആർക്കും മനസ്സിലാവും. പക്ഷെ ഇതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട്. എന്തിലാണ് അതിപ്പോ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നുള്ള കൗതുകം, അതിനെ അപ്രോച്ച് ചെയ്യുന്നൊരു രീതി, ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കുക, അത് ടെസ്റ്റ് ചെയ്യുക, ഇങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് പറയുക. പക്ഷെ ഈ കൗതുകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റി, അതൊരു ഇൻബോൺ തന്നെ ആവണമെന്നില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ കാണും, കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇങ്ങനെ കൗതുകം ഉണ്ടാവും. മനുഷ്യൻ്റെ നാച്ചുറലി നമുക്കുള്ളതാണ് കൗതുകം. അതൊന്ന് നമുക്ക് തന്നെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവും. പലരുടെയും ഐൻസ്റ്റൈൻ്റെ ഒരു കോഡ് ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളല്ല, ബട്ട് ഐ വാസ് ആൻ എക്സ്ട്രാ ഓർഡിനറിലി ക്യൂരിയസ് ചൈൽഡ്. അതായത് കൗതുകമാണ് അദ്ദേഹം. ബാക്കി നമുക്ക് കൗതുകം ഉണ്ടോ, നമ്മൾ എന്ത് വിലമെടുത്തോ അതിന് കണ്ടെത്താൻ ശ്രമിക്കും. കൗതുകം ഇല്ലായപ്പോഴാണ് നമുക്ക് പേരിന് വേണ്ടി ചെയ്യുന്നതായിട്ട് മറ്റ് ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് ചടങ്ങ് പോലെ ചെയ്യേണ്ടി വരും. അതേ ഉള്ള വ്യത്യാസം. ഇപ്പം ഈ പറയുന്ന മുന്നോട്ട് നമ്മൾ കാണുന്ന ആളുകൾക്ക് അപ്പുറത്തുള്ള 10,000-കണക്കിന് ആളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ നീൽ ആംസ്ട്രോങ് അവിടെ ഇറങ്ങുന്നതിന് മുന്നേ പറഞ്ഞ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത്, ഞാനിറങ്ങും, എഡ്വിൻ ആൽഡ്രിൻ ഇറങ്ങും, ഞങ്ങളെയാണ് ചരിത്രത്തിൽ ചിലപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ മൈക്കിൾ കോളിൻസ് വണ്ടി ഓടിക്കുന്നുണ്ട്, 10,000-കണക്കിന് പേര് അവിടെ ഉണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞങ്ങൾ അവരിൽ നിന്ന് കൊടുക്കാണ് എന്ന് പറഞ്ഞാൽ. കോളിൻസിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് അദ്ദേഹത്തിന്റെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു സൈക്കോളജിക്കൽ സിങ്ക് ഉണ്ട് ആളുകൾ തമ്മിൽ. ഇവർ തമ്മിൽ നല്ല സൗഹൃദമായിരിക്കും, അതും കൂടെ അതിനകത്ത് ഉണ്ടാവും. എടുത്തു പറയുന്നത് നിങ്ങളുടെ അടുത്ത 2 സുഹൃത്തുക്കൾ തിരിച്ചു വരുമ്പോൾ പോലും അറിയാതെ നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ കഴിയുകയാണ്. അതെ, 22 മണിക്കൂറോളം. അതിൽ നിങ്ങൾ ചന്ദ്രന്റെ മറുവശത്ത് പോകുമ്പോൾ ഭൂമിയായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ല. അതിഭീകരമായ ഏകാന്തതയാണ്. ഇവരവിടെ ഇറങ്ങുമ്പോൾ ഇത് കറങ്ങുമല്ലോ അല്ലേ? ഇത് അപ്പുറത്തേക്ക് പോവാം, അതവിടെ നിൽക്കാൻ പറ്റില്ല, ഒന്നിനും അവിടെ നിൽക്കാൻ പറ്റില്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കറങ്ങിയിട്ട് അവിടുന്ന് ഒരു ചെറിയ റോക്കറ്റ് വെച്ച് അവിടുന്ന് കയറി ഇതുമായിട്ട് ഡോക്ക് ചെയ്താൽ തിരിച്ചു കയറുന്നു. അതിനൊപ്പം ഓടണല്ലേ ഈ വണ്ടി, കൂടെ വന്ന് സ്പീഡ് മാച്ച് ചെയ്യണം. സ്പീഡ് മാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡേ ഉണ്ടാവുള്ളൂ. ആ സ്പീഡിലെ ആ ഓർബിറ്റിൽ പോകാൻ പറ്റും. ഒരു ഓർബിറ്റിൽ ഒരു സ്പീഡാണ്. അപ്പോൾ ഓർബിറ്റ് ഉയർത്തി ആ ഹൈറ്റിൽ ആ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പോൾ, ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഓർബിറ്റിൽ എത്തുമ്പോൾ ആ സ്പീഡ് കറക്റ്റ് ആവും, പിന്നെ അടുപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ല, കോളിൻസ് പറഞ്ഞ കാര്യം, കോളിൻസ് ഈ ഭീകരമായ ഏകാന്തതയാണ്. അതായത് ഇത് താഴെ ഭൂമിയിലെ കൺട്രോൾ സ്റ്റേഷനുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല, സുഹൃത്തുക്കൾ താഴെ ഇറങ്ങിയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. കാരണം അത് മനുഷ്യർ ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഫോട്ടോഗ്രാഫ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഈ ചന്ദ്രൻ ഇവിടുന്ന് കാണുന്ന വട്ടമല്ല അവിടെ ചെല്ലുമ്പോൾ, നമ്മൾ ഈ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ 3 കാറുള്ള ഈ സാധനം ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഇളകുന്ന കല്ലുണ്ടെങ്കിൽ ഇത് മറിയും, കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ പതിയെ നമ്മൾ ആ മൂൺ ലാൻഡിങ്ങിന്റെ വീഡിയോ നോക്കിയാൽ മതി. ഒരു താഴെ എത്തിയിട്ട് അവിടെ നമുക്ക് മെഷീൻ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാണണം ഡയറക്റ്റ്. ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല, കാരണം അവിടുന്ന് ഇവിടെ എത്താൻ സമയമെടുക്കും, 1.5 സെക്കൻഡോളം ഡിലേ ഉണ്ട്. ആ സമയം കൊണ്ട് ഇത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവരവിടെ നോക്കി പതുക്കെയാണ് നിർത്തുന്നത്. നിർത്തുന്ന ഭാഗത്തെ മണ്ണിന്റെ ഉറപ്പ്, കല്ലിന്റെ പൊസിഷൻ, ചരിവ്, ഇതിൽ എന്തെങ്കിലും ഒരു അസസ്മെന്റിൽ പാളിച്ച പറ്റിയാൽ ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ അത് തിരിച്ചു വരില്ല. അപ്പൊ അത്രയും റിസ്ക് ഉണ്ട്. അത് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്ക് അറിയാം ഇതിന്റെ ഓരോ റിസ്ക്കും. അപ്പോൾ ഈ എൻ്റെ 2 അടുത്ത സുഹൃത്തുക്കൾ താഴേക്ക് ഇറങ്ങി, ഇവർ വരുമെന്നറിയില്ല, എനിക്ക് വേറൊരാൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കോളിൻസിന്, ഞാൻ എപ്പോഴും കോളിൻസിന്റെ അവസ്ഥ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മനുഷ്യരും കൂടിയാണല്ലോ ഇവർ. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഈ ഭാവനാശാലികളായ ആളുകൾ, 10,000-കണക്കിന് പ്രതിഭകളുണ്ടല്ലോ. ഇപ്പൊ മലയാളത്തിലൊരു പഴയൊരു കവിത തന്നെ ഉണ്ടല്ലോ, അജ്ഞാതരായ ശാസ്ത്രകാരന്മാരെ കുറിച്ചിട്ടുള്ള, നമ്മളെ കല ഉണ്ടാക്കിയ ആള്, ഓരോ കത്തി ഉണ്ടാക്കിയ ആള്. അതുപോലെ തന്നെയാണല്ലോ ഈ ഇതിന്റെ പിന്നിലുള്ള ആളുകളെ എവിടെയെങ്കിലും ആദരിക്കപ്പെടുന്നുണ്ട്, അവരറിയപ്പെടുന്നുണ്ട് ശമ്പളത്തിനപ്പുറത്തേക്ക്. അത് പിൻ പോയിന്റ് ചെയ്യാൻ പാടുമാണ്. ഇത് അൺക്രെഡിറ്റഡ് ആയിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാർ, ഒരാളല്ലല്ലോ അല്ലെ, ഒരുപാട് പേര് ഒറ്റയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഒരുപാട് തലച്ചോറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ സാധ്യമാവൂ. അതും ആദ്യമൊക്കെ ചിലപ്പോൾ ഒരു മോഹ പദ്ധതി മാത്രമായിരിക്കും, പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവിൻസ് ചെയ്യാനും പാടാണ്. ആ ആശയം പിന്നെ മാറും ചിലപ്പോൾ. അതായത് ഒരു ഭയങ്കര ചിലവുമുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് അയക്കുന്ന ലോഞ്ച് ചെയ്യുന്ന ഒരു സംഗതിയിൽ 1 കിലോഗ്രാമിന്റെ ഭാരം കൂടുതൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 കമ്മിറ്റി ചിലപ്പോൾ പാസ്സാക്കേണ്ടി വരും ആ തീരുമാനം. കാരണം 10,000-കണക്കിന് ഡോളറാണ് 1 കിലോ മുകളിലേക്ക് പൊക്കാൻ പിന്നെ ചിലവ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു നട്ട് പോലും ഒരു വലിയ കമ്മിറ്റി ഡിസിഷൻസിന്റെ രൂപത്തിലൂടെ കയറി വരാതെ മാറ്റിയിടാൻ പറ്റത്തില്ല.
അപ്പോൾ അത് അത്രയും അധികം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണിത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സ്പെസിഫിക് ആയ ഒരു കണ്ടെത്തൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ലായിരിക്കും, പിന്നീടുള്ള നിലയിലായിരിക്കും. ഉദ്ദേശിക്കുന്നത് ഒരു ISS ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ ചൈനയുടെ സ്പേസ് സ്റ്റേഷനിലെ കണ്ടെത്തൽ. പക്ഷേ ഇതിന്റെ നേട്ടങ്ങൾ നേരിട്ട് അവർ വിശകലനം ചെയ്യുന്നുണ്ടാവില്ലേ ഓരോ രാജ്യവും? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു അറിവാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു ചെടി വളരുന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് നാളെ വേറൊരു കൃഷിയിലായിരിക്കും ചിലപ്പോൾ ഉപയോഗപ്പെടുന്നത്. അവർ ചെയ്യുന്നത് ഞങ്ങൾ സ്പേസിൽ പോയി പഠിച്ച കാര്യം ഉപയോഗിക്കുന്ന മട്ടിലല്ല. ചെടി വളരുന്നതിനെ കുറിച്ചുള്ള ഇന്ന അറിവ് ഇന്ന സ്ഥലത്തുണ്ട്, അത് ചിലപ്പോൾ എവിടുന്ന വന്നെങ്കിലും അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അങ്ങനെ എനിക്കത് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ടെക്നോളജികളും അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു മെഡിക്കൽ ഇമേജിങ് ടെക്നോളജിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് എക്സ്റേ കണ്ടുപിടിച്ച ആളിൻ്റെ വികാരം, അതിൻ്റെ പേര് എക്സ്റേ എന്ന് വന്നതിന് തന്നെ അത് എന്താ സംഗതി മനസ്സിലാവുന്നതുകൊണ്ടാണ് റോൺജൻ അതിന് എക്സ്റേ എന്ന് പേരിടുന്നത്. പുള്ളി വേറൊരു കാര്യം അന്വേഷിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ അങ്ങനെ ഇത് ആരാണ് എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചതെന്ന് അന്വേഷിക്കത്തില്ല. ആ അറിവ് നമ്മളങ്ങ് ഉപയോഗിക്കുകയാണ്, അവൈലബിൾ അറിവ്. അങ്ങനെയാണ് പൊതുവെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയെ മാറ്റി മറിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവർ അവിടുന്ന് ഈ പറഞ്ഞ പോലെ ഏകാന്തതയൊക്കെ കടന്നു വന്നാൽ അവർ അനുഭവിക്കുന്ന ഒരു ദാർശനിക പ്രശ്നമാണ്. അതായത് ഇപ്പം സാധാരണ ഒരു മനുഷ്യന് കീഴടക്കാൻ ഒരു സ്പേസ് ഉണ്ടാവില്ല. സ്പേസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് പോകണം, ഒരു വലിയ കുന്നുമ കയറണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നേടണം. നമുക്ക് ഈ ഭൂമിക്ക് അപ്പുറത്തുള്ളതാണല്ലോ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ R രാമേന്ദ്രൻ ഒരു കവിത ഉണ്ട് ദൈവത്തിനെ കുറിച്ച്. ദൈവത്തിന് എന്ത് വേണമെങ്കിലും അവിടെ കിട്ടുമല്ലോ. അപ്പോൾ ആശയില്ലാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരസത ഉണ്ടാവും. അപ്പോൾ ഇവരിപ്പോൾ ഇതൊക്കെ കടന്ന് ഇപ്പോൾ ഒരു വ്യക്തി തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഒരു അവസ്ഥ, അതിനെ പറ്റി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി. പക്ഷെ അതൊരു പൊതുവിൽ ആളുകൾ ഭയങ്കര ത്രില്ഡായിട്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. തിരിച്ചു വന്നിട്ട് ഇവര് പൊതുവിൽ നാസയുടെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ ആസ്ട്രോണോട്സിനെ തിരിച്ചു വന്നിട്ട് ഇവരിത് ഈ ആസ്ട്രോണോട്സ് ഒരു സ്റ്റാർഡം ഉള്ള ആൾക്കാരാണ്. യങ് ജനറേഷനെ ഇൻസ്പയർ ചെയ്യാനും പബ്ലിക് കോൺഫിഡൻസ് സ്പേസ് മിഷൻസിൽ ഉണ്ടാക്കാനുമാണ് പൊതുവെ ഇവരെ ഉപയോഗിക്കുന്നത്. ഇവരെല്ലാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കൊണ്ട് സ്കൂളുകളിലേക്ക് അയക്കുക, ഇതൊരു ഭയങ്കര ഒരു നോൺ പ്രാക്ടീസാണ്, അവർ ചെയ്യുന്നതാണ്. ഇവർ പെട്ടെന്ന് ആൾക്കാരെ കയ്യിലെടുക്കും. ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്വാളിറ്റീസ് വെച്ച് സ്ക്രീൻ ചെയ്ത് തരുന്ന ആൾക്കാരാണ്. അത് ഇതും കൂടെ ചേർത്തിട്ടാണ്. കാരണം നാളെയും സ്പേസിലേക്ക് റിസർച്ച് ഫണ്ട് വരണം. അതിന് ആളുകൾക്ക് സ്പേസ് റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണം. അത് നമ്മളെപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒരു ആസ്ട്രോണോട്ടിനെ കണ്ട് സംസാരിക്കുന്ന കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അയാളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാൻ തന്നെ മാറും. ഇപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയുടെ ആ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ നെൽസൺ മണ്ടേല ചെയ്തൊരു കാര്യമുണ്ട്. അവരുടെ എല്ലാവരാലും പഴിക്കപ്പെട്ട് കിടന്ന ആ റഗ്ബി ടീമിനെ പുള്ളി വിളിച്ചു വരുത്തി, എൻ്റെ ക്യാപ്റ്റനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ ബസ്സിൽ കയറ്റി നാട്ടുംപുറങ്ങളിലൂടെ ഉൾപ്പെടെ ഇങ്ങനെ പിള്ളേരോടൊപ്പം റഗ്ബി കളിക്കാൻ വിടുകയാണ്. പിന്നെ ഈ ആളുകളെ കണ്ടപ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഇവരുടെ അടുത്തൊക്കെ ഒരു അടുപ്പം വരികയും പബ്ലിക്കിന്റെ കോൺഫിഡൻസ് കണ്ടപ്പോൾ പ്ലേയേഴ്സിന് കോൺഫിഡൻസ് വരികയും അങ്ങനെ ഇവർ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് രാജ്യം ആദ്യമായിട്ടൊരു റഗ്ബി ചാമ്പ്യൻഷിപ്പിൽ ജയിക്കുകയും ചെയ്യുമ്പോൾ വരുന്നൊരു മണ്ടേലയുടെ ഒരു പ്ലാനാണ്. അത് ഇൻവിക്ടസ് എന്ന് പറഞ്ഞിട്ട് ക്ലിന്റ് ഈസ്റ്റ്വുഡ് അതിന് സിനിമയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. ഇതൊരു വലിയൊരു സയൻസിനെയും സൊസൈറ്റിയെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ്. അപ്പം ഇവരുടെയൊക്കെ ലൈഫ് ആ രീതിയിൽ ഒരു പക്ഷേ അപ്പോൾ അതിൽ ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കാരണം സ്പേസിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഭൂമിയെ വേറൊരു രീതി കണ്ട മനുഷ്യരാണ്. അവർക്ക് വ്യത്യസ്തമായ ആസ്വാദനമായിരിക്കും ഉണ്ടാവുക. അതെ അതെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പോളോ 13 എന്ന് പറഞ്ഞ മിഷൻ, അതും ഒരു സിനിമയായിട്ടുണ്ട്. ടോം ഹാങ്ക്സ് ആണ് അതിനകത്ത് ജിം ലോവലായിട്ട് അഭിനയിക്കുന്നത്. അതിനകത്ത് ഒരു സീനുണ്ട്. അത് ഈ ചന്ദ്രന് ചുറ്റും ചെന്ന് കറങ്ങുമ്പോൾ ഈ നായകൻ തള്ളവരിൽ വെച്ച് ഭൂമിയെ ഇങ്ങനെ മറയ്ക്കും. സൂര്യനെ അങ്ങനെ ആ മറയ്ക്കുന്നൊരു ഭൂമിയെ പൂർണ്ണമായിട്ട് മറക്കാൻ പറ്റില്ല. പക്ഷെ ഇതുപോലൊരു നമ്മുടെ മുഴുവൻ ലോകം, നമുക്കറിയാവുന്ന മുഴുവൻ ചരിത്രത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണ്. അതിനെ നമുക്ക് ഇങ്ങനെ മറക്കാൻ പറ്റുക എന്നാണ്. അതൊരു വലിയൊരു അതൊക്കെ ഒരു സ്പിരിച്വൽ അനുഭവം തന്നെ ആയിരിക്കണം. അപ്പം അതൊക്കെ ഒരു ചെറിഷ് ചെയ്യുന്നുണ്ടാവും അവർ വരുന്നത്. അത് ചോദ്യം തന്നെ ഞാനൊന്ന് അതിനെക്കുറിച്ച് വായിക്കണം. ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ പലപ്പോഴും രാജ്യങ്ങളുടെ വലിപ്പമോ സാമ്പത്തിക ശക്തിയോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെയും നടക്കുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ ഇസ്രായേൽ വളരെ ചെറിയ രാജ്യം, എനിക്കൊന്ന് സാമ്പത്തിക അടുത്തറിയും ഒരു കാലത്ത് ഇന്ത്യ പോലെയൊക്കെ തന്നെ ആയിരുന്നിരിക്കും. ഇസ്രായേൽ പുതിയ കാലത്ത് ഇപ്പോൾ അയൺ ഡോം പോലെ കണ്ടുപിടിക്കുന്നു. മറ്റ് ശാസ്ത്രമേഖല വ്യത്യസ്തമാണെങ്കിൽ നമ്മളെപ്പോലെ രാജ്യങ്ങൾ ഈ മൂന്നാം ലോക രാജ്യം എന്നുള്ള സ്വഭാവത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള നിലയിലേക്ക് പോകാൻ പറ്റാത്തത് എന്തായിരിക്കും? ഈ വ്യത്യസ്തമായ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കോ പുതിയ മുന്നേറ്റങ്ങളിലേക്കോ? അതിന് പല ഘടകങ്ങളുണ്ടാവും. ഓരോരുത്തർ രാജ്യങ്ങളുടെയും പോളിസികൾ ഡിഫറെൻ്റ് ആണ്. എന്തിനാണ്
നമ്മൾ ഇപ്പോൾ ഈ ഇസ്രോയിലൊക്കെ ജോലി ചെയ്യുന്നവരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു മിഷൻ കൺസീവ് ചെയ്തിട്ട് ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം നേടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം ഈ സ്പേസിന്റെ ഇമ്പോർട്ടൻസ് ഒന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നവരായിക്കൊള്ളണമെന്നില്ല പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അവരെ ഇതിന്റെ പ്രാധാന്യം കൺവിൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ടഫ് ടാസ്ക്കാണ്. ഇവിടെ മാത്രമല്ല, ജനാധിപത്യമുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവും. കാരണം ഇതിന് ഫണ്ട് വരേണ്ടത് ഒരു ഗവൺമെന്റിൽ നിന്നാണല്ലോ. ഈ ഗവൺമെന്റിന് ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും ആളുകളുടെ ഭാഗത്ത്. ആളുകൾ കൺവിൻസ്ഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരുപക്ഷെ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഡിസിഷൻ പോലും അതിന്റെ പുറത്താണ്. കാരണം അവർക്കൊരു ഇത്ര ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. അവർക്ക് നേരിട്ട് അതിന്റെ ഔട്ട്കമ്മിനെ കുറിച്ച് അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും. അപ്പം അങ്ങനെയുള്ള പല ഡിഫറൻസും കൊണ്ടാണ് പലപ്പോഴും ചെയ്തത്. ഇപ്പം UAE-ക്കും ഒക്കെ സ്പേസ് പ്രോഗ്രാമും സ്പേസ് പോയ ആൾക്കാരും ഒക്കെ ഉണ്ട്. ചൈനയാണ് ഈ കൂട്ടത്തിൽ വേറെ ആരുമായിട്ട് സഹകരിക്കാതെ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഈ മുമ്പ് ആനന്ദിന്റെ ആത്മകഥയിൽ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു കഥ, മൂപ്പർക്ക് പുറത്തുനിന്ന് ഒരു കമ്പ്യൂട്ടർ USSR എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സമ്മാനമായിട്ട് കിട്ടി. സമ്മാനമായൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ അത് കൊണ്ടുവന്ന സമയത്ത് എയർപോർട്ടിൽ തടഞ്ഞു വെച്ചു. എന്നിട്ട് ഇത് എന്താണ് സാധനം, അത് പരിശോധിക്കണം. അപ്പോൾ ഇയാളോട് ഇങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് കുഴപ്പമുള്ളതല്ല. അപ്പോൾ അവർ ഇത് ഇതിനകത്തെന്താണെന്ന് മനസ്സിലാവാണ്ട് വിടാൻ പറ്റില്ല. എന്നിട്ട് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മളെടുത്തില്ല. എന്നിട്ട് ഇത് വാങ്ങിച്ച് അവർ കൊണ്ടുപോയി ആഴ്ചകളോളം വെച്ചിട്ട് ആണ് അയാളെ കയ്യിൽ കൊടുത്തേക്കുന്നത്. ശരിക്കും അന്നല്ല കേട്ടോ, ഇന്നും പലപ്പോഴും നടക്കുന്നത്. ഞാനൊക്കെ ഈ റിസർച്ചിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്കൊക്കെ ചില സയന്റിഫിക് എക്യുപ്മെന്റ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ ഈ കസ്റ്റംസിനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ഇത് എന്തിനുള്ളതാണെന്ന് കൺവിൻസ് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നിട്ട് പോലും കൺവിൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഭയങ്കര സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊരു സംഗതിയാണ്. സാധാരണ മനുഷ്യർക്ക് അത് കാണേണ്ടി വരില്ല, അതുകൊണ്ട് അവർക്ക് ഇത് പരിചയം ഉണ്ടാവില്ല. അപ്പൊ ആ ഉദ്യോഗസ്ഥരുടെ ജോലി എന്ന് പറയുന്നത് ഇതിന്റെ സേഫ്റ്റി ഉറപ്പിക്കാവുന്നതാണ്. അപ്പം എന്താണെന്ന് അറിയില്ല എന്ന് ഞാൻ ഡീഫോൾട്ട് അസംഷൻ സേഫ് അല്ല എന്നാണ്. അത് ബോധ്യപ്പെടുത്തുന്നവരെ വിടില്ല. അപ്പം ആനന്ദിന്റെ കഥയിൽ തിരിലും അതിനകത്തൊരു അതിശയോക്തി കാണേണ്ടതില്ല. മറ്റൊന്ന്, ഈ പുതിയ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി സാമൂഹികമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ശാസ്ത്രം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ശാസ്ത്രബോധത്തിൻ്റെ അഭാവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ മിഷൻ കഴിഞ്ഞിട്ടും ആ മിഷൻ്റെ വിജയം അല്ലെങ്കിൽ ആ മിഷൻ്റെ മുന്നേറ്റത്തെക്കുറിച്ചോ അതിൻ്റെ ശാസ്ത്രീയ അടിത്തറയെക്കുറിച്ചോ ചർച്ച ചെയ്ത് വരുമ്പം തന്നെ ആദ്യം പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ സുനിത വില്യംസ് കൊണ്ടുപോയ ഭഗവത്ഗീത അല്ലെങ്കിൽ അവിടെ ഗണപതിയുടെ വിഗ്രഹം, അങ്ങനെയുള്ള നിലയിൽ ഇത് വഴിതിരിച്ച് വിടുന്നതാണോ അങ്ങനെ വിടപ്പെടുന്നതാണോ, എന്താ സംഭവിക്കുന്നത്? വഴിതിരിച്ച് വിടുന്നവരുണ്ടാവാം. പക്ഷെ ആരെങ്കിലും അങ്ങനെ ബോധപൂർവ്വം വഴിതിരിച്ച് വിടാതെ തന്നെ ചർച്ചകൾ അങ്ങോട്ട് തെന്നി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ്റെ ഒക്കെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾ അതിനെ അങ്ങനെ രണ്ടായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം, ക്ലാസ്സിൽ പഠിക്കേണ്ടത് ക്ലാസ്സിൽ മാത്രം, അതിന് വെളിയിൽ അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഒരു നടപ്പ് രീതി നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ മാത്രം പ്രശ്നമല്ല, അത് എടുത്തു പറയണം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ് അന്ധവിശ്വാസം ഉള്ളതെന്ന് നാട്ടിൽ. അന്ധവിശ്വാസം വളരെ വളരെ സർവ്വസാധാരണമായി കാര്യമാണ്. അതായത് മനുഷ്യന് പ്രധാനമായിട്ടും ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകളാണ് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതയും അതിൽ കൺട്രോൾ ഇല്ല എന്നുള്ളൊരു ടെൻഷനും, വേറെ ആരോ കൺട്രോൾ ചെയ്യുന്നു, കൺട്രോൾ ഉണ്ട്, അത് എവിടെയാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഒരു കൺട്രോൾ ഫീൽ ചെയ്യുന്ന എന്തും, അതൊരു ചരടാകാം, അല്ലെങ്കിൽ ഒരു ലക്കി ഷർട്ടാകാം, ലക്കി ജേഴ്സിയോ ലക്കി ഷൂസോ ലക്കി സോക്സോ, അങ്ങനെ എന്ത് വേണോ ആവാം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. പല സ്പോർട്സ് താരങ്ങൾക്ക് ലക്കി സോക്സ് ഉണ്ട്. മറ്റേ ജെമിനി എന്ന മിഷനാണെന്ന് എനിക്ക് തോന്നുന്നു. നാസയിൽ ഒരു അന്ധവിശ്വാസമുണ്ട്. സ്പേസ് മിഷന് വേണ്ടി ഒരു കപ്പലണ്ടി ലക്കി പീനട്സ് എന്നാണ് വിളിക്കുന്നത്. അത് അവരവിടെ ഉപയോഗിക്കും. അത് ആ മിഷന്റെ സമയത്ത് അത് ഉപയോഗിക്കുക. യൂറി ഗഗാറിൻ തുടങ്ങി വെച്ചൊരു സംഗതിയുണ്ട്. സ്പേസ് ക്രാഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ബസ്സിലാണല്ലോ കൊണ്ടെത്തിക്കുക. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബസ്സിന്റെ ബാക്കിലത്തെ ലെഫ്റ്റ് ടയറിൽ മൂത്രം ഒഴിച്ചിട്ട് കയറുക. ഇത് റഷ്യയിൽ കുറെ കാലം അതിന്റെ ഒരു പിന്തുടർച്ച ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല തേങ്ങ അടിക്കുന്നതും ഹാരം തോക്കും നമ്മുടെ നാട്ടിലുള്ളത് മാത്രം നമ്മൾ അറിയുന്നുള്ളൂ. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യം. വിഷ്ഫുൾ തിങ്കിങ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. ശരിക്കും സിമ്പിൾ ലോജിക്ക് നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. ഇപ്പൊ സുനിത വില്യംസിന്റെ മടങ്ങി വരവ് വാർത്തയാകുന്നത് സുനിത വില്യംസ് അവിടെ കുറെ നാള് ഡിലേഡ് ആയതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അതിന് മുമ്പ് 2 തവണ പോയിട്ടുള്ള ആളാ. അന്ന് ഈ വാർത്ത കിട്ടിയിട്ടില്ല. അവർ 8ാം ദിവസം മടങ്ങി വരാൻ പ്ലാൻ ഇട്ടു. 280 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ആ സമയത്ത് മറ്റ് കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റുകളൊക്കെ അതിനകത്ത് വന്നു. ഒരു വാർത്താ പ്രാധാന്യം. അപ്പോഴാണ് നമ്മൾ സുനിത വില്യംസ് കൊണ്ടുപോയതിനെ കുറിച്ച് സംസാരിക്കുന്നത്. സുനിത വില്യംസ് മടങ്ങി വന്നപ്പോൾ ഗണേശ ഭഗവാൻ നന്ദി പറഞ്ഞപ്പോൾ സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മടങ്ങി വന്ന സുനിത വില്യംസ് ഇന്ന് വരെ പുറത്ത് ആരോട് സംസാരിക്കില്ല. നമ്മൾ അതൊക്കെ ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം സുനിത വില്യംസിന് അങ്ങനെ വിശ്വസിച്ചാൽ പോലും അത് നമ്മുടെ വേറെ ക്വസ്റ്റ്യനാണ്. അത് നമ്മുടെ പ്രശ്നമല്ല, ശാസ്ത്രത്തെ ബാധിക്കുന്ന കാര്യമല്ല. അതായത് ഇത് ഇപ്പോൾ സയന്റിഫിക് തിങ്കിങ് എന്ന് പറയുന്നത്, സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ തോട്ട് പ്രോസസ്സിന്റെ ഒരു രീതിയാണ്. നമ്മളൊരു രീതി
ചിന്തിക്കുന്നു എന്ന് പറയുന്നത് പല വിഷയങ്ങളിലും പല രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടർ, ഒരു സർജൻ ഒരു സർജറി ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന സ്വന്തം മോളാണെങ്കിൽ ചിന്തിക്കുന്നത് വേറെയാണ്. വേറെ വിഷയങ്ങൾ അതിനകത്ത് കടന്നു വരും, വൈകാരിക പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അത് നമുക്കറിയാം. സിനിമയൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന ഉദാഹരണം, ഒരേ സിറ്റുവേഷൻ അല്ലേ, മകൾക്കും ഒരേ സർജറിയാണ്, വേറൊരു പേഷ്യൻറ്റിനും സെയിം സർജറി ആണെങ്കിൽ അയാൾക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വൈകാരിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ തോട്ട് പ്രോസസ്സ് നമ്മുടെ ഒരുപാട് കണ്ടീഷൻസ് അനുസരിച്ച് നമ്മൾ പല രീതിയിലാണ് പല പ്രശ്നങ്ങളെയും സമീപിക്കുന്നത്. സുനിത വില്യംസ് സ്പേസ് ക്രാഫ്റ്റ് റിപ്പയർ ചെയ്യുന്നതിലോ കമാൻഡ് ചെയ്യുന്നതിലോ ലോഞ്ചിന് തയ്യാറെടുക്കുന്നതിലോ ഒക്കെ പക്ക സയന്റിഫിക് ടെമ്പർ കാണിച്ചെന്ന് വരാം. വേറൊരു വിഷയത്തിൽ ചിലപ്പോൾ അവരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ കാലത്ത് ചിലപ്പോൾ അവർ വേറൊരു രീതി ചിന്തിച്ചു വരാം. ഇപ്പോൾ കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം കിട്ടിയ ഒരു ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പീസിന് നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്, സയൻസിനും നോൺ സയൻസിനും നോബൽ പ്രൈസ് കിട്ടിയ ഒരാളാണ്. അദ്ദേഹം വൈറ്റമിൻ സി എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാണെന്ന് കരുതിയിരുന്ന ഒരു സ്യൂഡോ സയൻസ് വിശ്വസിച്ചിരുന്ന ആളാണ്. അപ്പം ഇതൊന്നും ഒരു തീരെ അസ്വാഭാവികമായിട്ടുള്ള കാര്യമല്ല. മനുഷ്യർക്ക് അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഇല്ലാതാകാനൊന്നും പോകുന്നില്ല. അത് കാലഘട്ടം മാറുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകാം എന്നേ ഉള്ളൂ. അത് ഇപ്പം അടുത്ത കാലത്താണ് ഒരു വാർത്ത കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്നത്. അതായത് കുട്ടീനെ പ്രസവിക്കുന്നത് ഒരു വാർത്തയാണ്. അപ്പോൾ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രസവം പോലും സ്വന്തം വീട്ടിൽ യൂട്യൂബ് നോക്കി ചെയ്യുന്ന ദൈവവിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് ചെയ്ത് അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള മാറുന്നൊരു സാഹചര്യം വരെ എത്തുകയാണ്. അത് ഇത് നമ്മളെങ്കിലും ഒരു അൺസയന്റിഫിക് ഐഡിയ നമ്മൾക്ക് അറിഞ്ഞൂടാത്തോണ്ട് മാത്രമായി ചിലപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാത്തത്. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ അത് കൊള്ളാൻ തോന്നിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യും. ഇത് ആളുകളിലേക്ക്, ഈ നമ്മുടെ നിലവിലെ സാഹചര്യ ആളുകളിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, ശാസ്ത്രബോധം, ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അതിൻ്റെ അനിവാര്യത അത് ബോധ്യപ്പെടുത്താൻ ഭരണകൂടം പരാജയപ്പെടുന്നതാണോ? ഭരണകൂടം എന്ന് പറയുന്നത് നമ്മൾ തന്നെയല്ലേ? അതെ, നമ്മളിൽ നിന്നാണല്ലോ ഇവരൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മളൊരു കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 3.5 കോടി മനുഷ്യർക്ക് 140 MLA മാരെന്ന് പറയുമ്പോൾ ഒരു MLA ഒരു 2.5 ലക്ഷം മനുഷ്യരെ കണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു MLA തോട്ട് മാറണമെങ്കിൽ 2.5 ലക്ഷം ആൾക്കാരുടെ തോട്ട് മാറണം. അപ്പൊ അങ്ങനെ ഇത്രയും പേരും മാറിയാൽ മാത്രമല്ലേ നമുക്ക് അതൊക്കെ ഒരു പോളിസിയിലേക്കൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതൊക്കെ വിഷ്ഫുൾ തിങ്കിങ് ആണ്. നമ്മൾ ഉത്തരവാദിത്വം ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. അവർ ശരിയായിട്ട് സയന്റിഫിക് ടെമ്പർ വിചാരിക്കാത്തതുകൊണ്ടാണ് ആളുകൾക്ക് സയന്റിഫിക് ടെമ്പർ വരാത്തതെന്ന് വിചാരിക്കുന്നത്. നമുക്കൊരു ബ്ലെയിം ഷിഫ്റ്റിങ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇത് പരമാവധി നമ്മുടെ ഒരു കൾച്ചറിൻ്റെയും നമ്മുടെ ഒരു സോഷ്യൽ ഔട്ട്ലുക്കിൻ്റെയൊക്കെ ഭാഗമാക്കുക മാത്രമേ ഇതിനകത്ത് പരിഹാരമുള്ളൂ.